2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുഖം വെളുക്കണമെങ്കിൽ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുഖം വെറും 2 മിനിറ്റ് കൊണ്ട് ഈ 2 സ്റ്റെപ്പിൽ നിങ്ങളുടെ മുഖം വെളുക്കുന്നതായിരിക്കും. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുഖത്തിൻ്റെ നിറത്തെ കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുഖം നല്ല പോലെ നിറം വെക്കുന്നതായിരിക്കും. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഈസ്റ്റൻഡ് കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ല പോലെ സ്ക്രബ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോഫി പൊടിയും പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. അതിനുവേണ്ടി നമ്മൾ സ്പൂണോ ഒന്നും വേണ്ട, നമ്മുടെ ഈ ഒരു തക്കാളിക്ക മാത്രം മതി. അത് ചേർത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു തക്കാളിക്കകത്തോട്ട് എല്ലാം പിടിക്കുന്നതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും സ്ക്രബ് ചെയ്യാം. ആദ്യത്തേത് നമ്മൾ തയ്യാറാക്കിയതുണ്ട്. ഫേസിനകത്തേക്ക് തേച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ സ്ക്രബ് ചെയ്യുകയാണ്. ഓക്കെ, സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അധികം ഇതായിട്ട് ചെയ്യരുത്, അമർത്തി ചെയ്യരുത്. സ്കിന്നിന് അതും സ്കിൻ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ക്രബ് സ്കിന്നിന് മുറിവ് വീഴ്ത്താൻ ഇടയാക്കും. അതുകൊണ്ട് നല്ല ശക്തമായിട്ട് ചെയ്യരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഫേസിന് സ്ക്രബ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കിന്നിന് സ്ക്രാച്ച് വീഴാൻ ഇടയാകും. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു വെറും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ. ഓക്കെ, സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തുടച്ചിട്ടുള്ള ചേഞ്ച് കാണാം. തുടച്ചിട്ടുള്ള ലൈവ് ചേഞ്ച് ഉണ്ടോ? അടിപൊളി കിടിലൻ സംഭവമാണ്. സ്ക്രബ് ചെയ്തപ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നെല്ലാം പോയിട്ടുണ്ട്. തുടച്ചിട്ടുള്ള ചേഞ്ച് കാണാം. രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് മസാജിങ് ക്രീമാണ്. മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പകുതി മുറി നാരങ്ങയുടെ നീര് നമുക്ക് വേണം. കുരു ഒന്നും കാണാൻ പാടില്ല. നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ വളരെയധികം നല്ലതാണ് നമ്മുടെ ചർമ്മത്തിന് നിറം നൽകാനും ചർമ്മത്തിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുമൊക്കെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നമുക്ക് നാടൻ വെളിച്ചെണ്ണ, നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, നാരങ്ങ നീരും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അലോവേറ ജെല്ല് വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ ചർമ്മത്തിന് നൽകുന്നത്. 1 ടേബിൾ സ്പൂണാണ് അലോവേറ ജെല്ല് ചേർക്കേണ്ടത്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ അലോവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഇതുപോലാണ് കിട്ടുന്നത്. ഒരു ലിക്വിഡ് രീതിയിലാണ് നമ്മുടെ ഈ ഒരു മസാജിങ് ക്രീം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ കൂടി ചേർക്കാം. ഓരോരുത്തരുടെ ഓപ്ഷൻ. ഞാനിവിടെ ചേർക്കുന്നില്ല. ഓൾറെഡി ഇത്രയും മാത്രം മതിയാകും. ഇത് ഇത്രയും ചേർത്തിട്ട് ഫേസിലിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്യണം. ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാൻ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ ചർമ്മത്തിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ പറയുന്ന 2 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ഈ 2 മാത്രം മതി. നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് തയ്യാറാക്കുന്നുള്ളത് പറയാം. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ
തക്കാളിക്കയുടെ ജ്യൂസ് ചേർത്തിട്ട് ഒരു പാക്ക് രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി, നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. മസാജിങ് ക്രീം ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫേസിൽ ഇട്ട് കൊടുത്ത് നോർമൽ രീതിയിൽ മസാജ് ചെയ്യണം. മുകളിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും താഴേക്ക് നമ്മൾ മസാജ് ചെയ്യരുത്. അത് സ്കിന്നിന് അത്ര നല്ലതല്ല. സ്കിൻ തൂങ്ങിപ്പോവാൻ ഇടയാകും. അങ്ങനെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൗണ്ടിൽ ചെയ്തിട്ട് മുകളിലേക്ക് വേണം ആക്കി കൊടുക്കാനായിട്ട്. നെറ്റിയിലും അതേപോലെ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അധികം തൂങ്ങിപ്പോകാതെ നമ്മുടെ ഫേസിനൊരു നല്ല ഷേപ്പായിട്ട് തന്നെ നിർത്താനായിട്ട് സാധിക്കും. നമ്മൾ മസാജ് ചെയ്യുന്നത് ഓരോ ഏജിനനുസരിച്ചാണ്. 30 വയസ്സിന് താഴോട്ട് അധികം മസാജ് ചെയ്യണ്ട. 30 വയസ്സ് മുകളിലുള്ളവർ നല്ലതുപോലെ മസാജ് ചെയ്യണം. അധികം ഇതായിട്ടും ചെയ്യേണ്ട, എന്നാൽ നോർമൽ രീതിയിൽ 30 വയസ്സിന് മുകളിലുള്ളവർ ചെയ്യേണ്ടതാണ്. കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാനുമൊക്കെ നമ്മൾ നോർമൽ രീതിയിൽ കണ്ണിൻ്റെ ചുറ്റിനും ഒന്ന് മസാജ് ചെയ്യുക. നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കാം. അതിനുശേഷം തുടച്ചിട്ടുള്ള ചേഞ്ച് ഞാൻ കാണിക്കാം. തുടച്ചിട്ടുള്ള ചേഞ്ച് കണ്ടോ? അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? ലൈവ് ചേഞ്ചസ് കണ്ടല്ലോ, ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിന് നിറം വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൂടാതെ തന്നെ നിങ്ങളുടെ മുഖം നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ലപോലെ ഒരു മാറ്റം നേടാനായിട്ട് സാധിക്കും. ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടൊക്കെ വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.